കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരൻ ആത്മഹത്യ ചെയ്തു. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി സ്വദേശി ടോം തോമസ് ആണ് മരിച്ചത്. ഇയാൾ 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഞെട്ടിക്കുന്ന വിവരമാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. ഈ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണല്ലോ ഇത്തരമൊരു സംഭവം നടക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തുകൊണ്ടാണ് ജീവൻ ഒടുക്കിയത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായോ? യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് കൂട്ടിരിപ്പുകാരൻ ഈ കെട്ടിടത്തിന് മുകളിൽ 7ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി സ്വദേശി ടോം തോമസ് ആണ് മരിച്ചത്. ഇയാൾ 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു സംഭവം. എന്താണ് കാരണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഇദ്ദേഹം 7ാം നിലയിൽ നിന്നും ചാടുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ അടക്കം ഉണ്ടായിരുന്നില്ലേ എന്നതാണ്. യെസ്, വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന വാർത്ത. 7ാം നിലയിൽ നിന്നും ഈ കൂട്ടിരിപ്പുകാരൻ താഴേക്ക് ചാടി ജീവൻ ഒടുക്കുന്നു. വളരെ വിഷമകരമായ ഒരു വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇദ്ദേഹം 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ ഈ 7ാം നിലയിൽ സെക്യൂരിറ്റി ഗാർഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ലേ? ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഈ സംഭവം? അശ്വതി, ഇത് വളരെ പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ 7ാം നിലയിൽ നിന്നാണ് ഇയാൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി സ്വദേശിയായ ടോം തോമസ് ആണ് ജീവനൊടുക്കിയത്. ഇയാളുടെ അച്ഛനെ ഈ പരിയാരം മെഡിക്കൽ കോളേജ് അസുഖത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചിരുന്നു. അച്ഛനെ കൂട്ടിരിക്കാനാണ് ഈ ടോം തോമസ് എത്തിയത്. അതിനിടയിലാണ് ഇയാൾ പുലർച്ചയോടുകൂടി ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇതിലേക്ക് നയിച്ചതെന്ന കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. എന്താണ് ഈ മരണകാരണം എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത, ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അശ്വതി, ആത്മഹത്യക്കുറിപ്പോ അല്ലെങ്കിൽ അവസാനമായ ആരുമായെങ്കിലും എന്തെങ്കിലും വിഷമം പങ്കുവെച്ചിരുന്നതായോ വല്ല അറിവും നമുക്കുണ്ടോ? നിലവിൽ അത്തരം ഒരു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാരണം ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ 7ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നതിൽ കവിഞ്ഞ് ഇയാളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എന്താണ് ഇയാൾക്ക് ബുദ്ധിമുട്ട് എന്നതിനെ സംബന്ധിച്ച് അറിയണമെങ്കിൽ പോലീസിന് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പ്രയാസമോ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന് തന്നെ വിലയിരുത്താം അല്ലേ? തീർച്ചയായും ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് അടക്കം വിലയിരുത്തുന്നത്. കാരണം 7ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. 7ാം നിലയിലേക്ക് ഇയാൾക്ക് മറ്റൊരു തരത്തിലും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത്തരമൊരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് 7ാം നിലയിലേക്ക് കയറി അവിടെ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്താണ് മറ്റു കാരണങ്ങൾ എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. അശ്വതി, തീർച്ചയായും മിഥുൻ, അങ്ങനെ തന്നെയാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ കൂട്ടിരിപ്പുകാരൻ ജീവനൊടുക്കിയത്. ആത്മഹത്യ എന്ന് തന്നെയാണ് വിവരം. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേടി സ്വദേശി ടോം തോമസ് ആണ് മരിച്ചത്. ഇയാൾ 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ആശുപത്രിയിലെത്തിയത്. അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നതിലടക്കം, എന്താണ് ജീവൻ ഒടുക്കാൻ നയിച്ച സാഹചര്യം എന്നതിലടക്കം അന്വേഷണം നടക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.